BJP ഈ കാര്യത്തിൽ എന്തിനാണ് ബദൽ സംഘടിപ്പിക്കാൻ പോയത്? തുടക്കം മുതൽ ഈ BJP ഞങ്ങളാണ് ഹിന്ദുവിൻ്റെ അതോറിറ്റി ഒന്നും ഞങ്ങളാണ് ഭക്തന്മാരെന്നൊന്നും പറഞ്ഞിടത്തിരുന്നിടത്തുനിന്ന് ആ കിരീടം എല്ലാം പോകുന്നു എന്നുള്ള സ്ഥിതി വന്നപ്പോഴല്ലേ ബദൽ സംഘവുമായിട്ട് ഇറങ്ങിയത്. യഥാർത്ഥത്തിൽ അവരുയർത്തുന്നത് ഭക്തിയല്ല, അവരുയർത്തുന്ന വർഗീയതയാണ്. അതാകട്ടെ മതനിരപേക്ഷ നാടിന് ഒരിക്കലും യോജിക്കാത്ത സമീപനമാണ്. മതനിരപേക്ഷ സംസ്കാരം കേരളത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ ഗുണം എന്താ? കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും റിപ്പോർട്ട് ചെയ്ത്. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരമാണ് ഈ ഗവൺമെൻറ്റും മതനിരപേക്ഷ ഗവൺമെൻറ്. അതേസമയത്ത് മുമ്പ് UDFൻ്റെ കാലത്തായിരുന്നു ആറാട് കലാപം, 1-ാം കലാപം, 2-ാം 18 പേരെ കത്തിക്കുത്ത് മരിച്ചത്, വെട്ടിക്കൊന്നത്. അവർ നബിദിന ഘോഷയാത്രയ്ക്ക് നേരെ വെടിവെച്ചത്. തിരുവനന്തപുരത്ത് ഗവർണർ വന്നിട്ട് ഇവിടെ ഇറങ്ങാൻ കഴിയാതെ വിമാനത്താവളം കത്തി ചാലക്കമ്പോള എരിഞ്ഞ് ചാമ്പലായി എറണാകുളത്ത് പോയി ഇറങ്ങിയത്. അതുപോലെ പൂന്തുറയിലും വലിയ തുറയിലും ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ, ഈ കേരളത്തിൻ്റെ ഉത്തരമേഖലയിലും ദക്ഷിണ മേഖലയിലും മധ്യമേഖലയിലും ഉണ്ടായിട്ടുള്ള നിരവധി കലാപങ്ങൾ, നിലക്കൽ പ്രശ്നം ഉൾപ്പെടെ, ഇതൊന്നും ഈ കഴിഞ്ഞ 9 വർഷമായിട്ടുണ്ടായില്ല. എന്തുകൊണ്ട്? ഒരു മതനിരപേക്ഷ നിലപാടുള്ളൊരു ഗവൺമെൻറ് കേരളം. ആ മതനിരപേക്ഷയെ തകർത്ത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ BJP ശ്രമിക്കുന്നത്. അപ്പോൾ BJP ഈ കാര്യത്തിൽ RSSന് ചേർന്നെടുത്തൊരു നിലപാട് ബദൽ സംഗമം. യഥാർത്ഥത്തിൽ ആ ബദൽ സംഗമത്തിൽ അവർ വിളിച്ച ആരെങ്കിലും വന്നോ? അവർ ഉദ്ദേശിച്ച രൂപത്തിൽ ആൾ വന്നോ? ഇതൊന്നും വരാതെ വന്നവർ ചെയ്തെന്താ? ഒരു സന്യാസി വര്യൻ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു വാചകം നമ്മൾ കേട്ടു ടി വിയിലൊക്കെ വന്ന്. വാവര് തീവ്രവാദിയാണ്. പറയാമോ? വാവരും അയ്യപ്പനും തമ്മിലുള്ള ബന്ധം എന്ത് ദൃഢമാണ്! അതാണ് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നത രൂപം. വാവരും അയ്യപ്പനും തമ്മിലുള്ള ആ ബന്ധമാണ്. അത് കുട്ടികളും എന്തുകൊണ്ടാണ് എരുമേലി വന്നിട്ടാണല്ലോ ശബരിമലയ്ക്ക് പോകുന്നത്? ഈ പ്രാധാന്യമാണ്. അപ്പോൾ ആ പ്രാധാന്യമെല്ലാം വിസ്മരിച്ചിട്ട് എങ്ങനെ ഒരു മതത്തെ തന്നെ മാറ്റി നിർത്തി ഒരു പുതിയ കലാപം സൃഷ്ടിക്കാം എന്നുള്ളതിൻ്റെ വഴിമരുന്നിടുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പം ചെയ്തിട്ടുള്ള ഈ ബദൽ സംഗമത്തിലൂടെ RSSും BJPയും ചെയ്ത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ. അതിലൊരാൾ പ്രസംഗിക്കുന്നതും കേട്ടു, മറ്റൊരു അയോധ്യ പോലെ ഇതാക്കി തീർക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലെ ആയുധം പ്രയോജനപ്പെടുത്തുന്നു. കലാപാഹ്വാനല്ലേ? നമ്മുടെ നാട്ടിലെ എല്ലാ അർത്ഥത്തിലുമുള്ള ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം അസഹിഷ്ണുതയുടെയും അസംതൃപ്തിയുടെയും അസമാധാനത്തിൻ്റെയും അന്തരീക്ഷമാക്കി മാറ്റാനുള്ള, കലാപകുലുഷിതമായ രൂപത്തിലേക്ക് മാറ്റാനുള്ള കലാപാഹ്വാനാണ് യഥാർത്ഥത്തിൽ ബദൽ സംഗമത്തിൽ മുഴങ്ങിക്കേട്ടത്. അതൊരിക്കലും നമ്മുടെ നാടിന് പോഷണമല്ല, മതനിരപേക്ഷ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൻ്റെ പാരമ്പര്യത്തിനെതിരാണ്.